ഹായ് പാടി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോണത് പട്ടച്ചായയാണ്. പട്ടച്ചായയാണ് പറഞ്ഞാൽ എല്ലാവരും നെട്ടണ്ട, അതൊരു സ്പെഷ്യലായിരിക്കും. അതുകൊണ്ട് വിരുന്നുകാർ, അതായത് നമുക്ക് സ്പെഷ്യൽ അതിഥികൾ വരുമ്പോൾ വീട്ടിൽ പോയിട്ട് ഉള്ളിലിരുന്ന് നമ്മൾ സ്വകാര്യമായിട്ട് ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ അവരെ വന്ന് നെട്ടണം ഈ ചായ കണ്ടിട്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. സിമ്പിളാണ്, വീട്ടിലെല്ലാതും നമ്മുടെ വീട്ടിൽ ഉണ്ടാകുന്ന സാധനങ്ങളും കൂടിയാണ് പരിചയപ്പെടുത്തുന്നത്. ആദ്യം വേണ്ടത് നമുക്ക് പട്ട, ഏലക്കായ്, കറാമ്പൂ, ഇഞ്ചി, ചായപ്പൊടി തരിയുള്ളതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ചായപ്പൊടി വേണമെങ്കിൽ യൂസ് ചെയ്യുക. പഞ്ചസാര, കട്ടിപ്പാൽ. ഇപ്പോൾ ഇതിലേക്ക് വേണ്ടത് മെയിനായിട്ട് കട്ടിപ്പാലാണ് വേണ്ടത്. അതിനാണ് ഞാൻ ഈ പാക്കറ്റ് മേടിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇല്ല, ഈ പാക്കറ്റ് മേടിച്ചിട്ടില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ഏതാ പാല് വാങ്ങിക്കണമെന്ന് വെച്ചാൽ നല്ല പോലെ കാച്ചി ആട നീക്കം ചെയ്തതിന് ശേഷം നല്ല പോലെ കാച്ചി കട്ടിയാക്കണം. എന്നാലേ ഈ ചായ ഉണ്ടാക്കിയാൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ആദ്യം നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം, എന്നിട്ട് പാത്രം വയ്ക്കാം. ചായ പാത്രം എടുത്ത് വയ്ക്കുക. അത് കഴിഞ്ഞ് നമുക്ക് 2 കപ്പ് വെള്ളം. ഇതിനിപ്പോൾ ഞാൻ 2 കപ്പാണ് എടുക്കുന്നത്. വീട്ടിൽ അതിഥികൾ വരുമ്പോൾ എത്ര വേണമെങ്കിലും എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ചെയ്യണത് 2 കപ്പ്. 2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് തിളക്കട്ടെ. നമുക്കപ്പോൾ മൂടി വയ്ക്കാം. അപ്പോൾ വെള്ളം നല്ലപോലെ തിളച്ചിട്ടുണ്ട് നോക്കട്ടെ. ഇതാ നല്ലപോലെ വെട്ടി തിളക്കുന്നുണ്ട്. ഇഞ്ചി ഒരു പീസാണ്, നല്ലപോലെ ചതച്ചിട്ടുണ്ട്, നോക്കിക്കോളൂ. പട്ട ചതയ്ക്കേണ്ട അങ്ങനെ ഇടാം, കറാമ്പൂ ചതയ്ക്കേണ്ട അങ്ങനെ ഇടാം, ഏലക്കായ് ഒന്ന് ചതച്ചാൽ മതി ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് ടിക്കഷൻ ഇതിൻ്റെ ഇറങ്ങട്ടെ, നല്ല ഇതിൻ്റെ ഇതൊക്കെ അംശങ്ങളൊക്കെ ഒന്ന് ഇറങ്ങട്ടെ. അപ്പോൾ നമുക്ക് മൂടി വയ്ക്കാം. അപ്പോൾ പട്ടൻ്റെ നമ്മുടെ കറാമ്പൂവിൻ്റെയൊക്കെ അംശം ഇറങ്ങിയിട്ടുണ്ട്, നല്ലപോലെ തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ചായപ്പൊടി ഇട്ട് കൊടുക്കാം. നോക്കിക്കോളൂ, നല്ലപോലെ തിളക്കുന്നുണ്ട്. ഇതിൻ്റെ നല്ല മണം ഇപ്പോഴേ നമുക്ക് നിൽക്കാൻ പറ്റില്ല, അത്രയും മണമുണ്ട്. നമുക്കിനി ചായപ്പൊടി ഇട്ട് കൊടുക്കാം. ടേബിൾ സ്പൂണാണ്, 3 ടേബിൾ സ്പൂൺ ചായപ്പൊടി ഇട്ട് കൊടുക്കേണ്ടത്. അത് ഏത് ചായപ്പൊടി വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിപ്പോൾ തരിയുള്ളതാണ് എടുത്തിരിക്കുന്നത്, നോക്കിക്കോളൂ. ഇത് നല്ല പോലെ ഒന്ന് തിളക്കട്ടെ. അപ്പം നല്ല പോലെ തിളച്ച് 1 കപ്പ് വറ്റി കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൽ 3 കപ്പാണ് ഒഴിക്കണത്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 3 കപ്പ് പാലാണ് ഞാൻ ഇപ്പോൾ ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നത്, ഈ കപ്പിന്. നോക്കിക്കോളൂ. മൂന്ന് കപ്പ് പാല് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. നമുക്കിനി പഞ്ചസാരയൊന്ന് ഇട്ട് കൊടുക്കാം. വീട്ടിൽ മധുരം അനുസരിച്ചിട്ട് ഞാനിപ്പോൾ ഇതിൽ ഒരു 3 സ്പൂൺ ഇടുന്നുണ്ട്. നിങ്ങൾക്ക് വീട്ടിൽ എങ്ങനെയാണ് മധുരം അതേപോലെ ഇട്ടു. പാലൊഴിച്ച് റെഡി ആക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ടിക്കഷ ഒന്നും കൂടി ഇറങ്ങാനുണ്ട്. നമ്മൾ പാലൊഴിച്ചല്ലേ ഉള്ളൂ. അപ്പോൾ ഒന്ന് തിളക്കട്ടെ, അതുവരെയ്ക്കും നമുക്ക് വെയിറ്റ് ചെയ്യാം. നല്ലപോലെ തിളക്കുന്നുണ്ട്. നമുക്കൊന്ന് ഇളക്കി ഗ്യാസ് ഓഫ് ആക്കിയിടാം. ഇതാ നോക്കിക്കോളൂ. നമുക്ക് ഗ്യാസ് ഓഫ് ആക്കിയാലോ. ഗ്യാസ് ഒന്ന് ഓഫ് ആക്കിയിടാം. അപ്പോൾ നമുക്ക് ഒന്ന് അരിച്ചെടുക്കാം. ചായൻ്റെ എങ്ങനെ ഇരിക്കണമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്, ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ പാത്രം എടുക്കണത്. നോക്കണം. അപ്പോൾ നമ്മൾ ചായ നല്ലപോലെ അരിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഓരോ കപ്പുകൾക്ക് ഒഴിച്ചു കൊടുക്കാം. പട്ടച്ചായ പുഷ്പ ചേച്ചി പട്ടച്ചായ എന്ന് പറയുമ്പോ എനിക്ക് വേറെന്തോ ഫീല് കേട്ടു. അതാണല്ലേ നമ്മുടെ ഇൻഗ്രീഡിയൻസിന്റെ മെയിൻ, അതാണല്ലേ. അതാണ് പട്ടച്ചായ പറയുന്നത്. ഞാനിപ്പോ എന്തായാലും ഇത്രയും നല്ല സ്പെഷ്യൽ ചായ ഉണ്ടാക്കിയതുകൊണ്ട് നല്ല അടിപൊളി ബിസ്ക്കറ്റ് ഒക്കെ ആയിട്ടാ വന്നിരിക്കുന്നത്. പുഷ്പമ്മ കഴിച്ചോളി, അടിപൊളി ആയിട്ടും അല്ലേ. നല്ല ടേസ്റ്റ് നോക്കാം അല്ലേ. അടിപൊളി. ആദ്യം 1 കപ്പ് ചായ എടുക്കുക, എന്നിട്ട് ഒരു ബിസ്ക്കറ്റ് അങ്ങോട്ട് പിടിക്കുക. നല്ല കിട്ടുക്കാച്ചി ചായയാണ് പട്ടച്ചായ. പുഷ്പമ്മന്റെ പട്ടച്ചായ കുടിക്കട്ടെ. പൊളിച്ചു. ആ നൊട്ടയിടുന്ന ഒരു സൗണ്ട് വന്നില്ലേ, അതതിന്റെ ഫീലാണ്, ആ ടേസ്റ്റിന്റെ ഫീലാണ്. അല്ലല്ല, ഒരു ഇത് കഴിക്കാനുള്ള ടെൻഡൻസി ഇത് കുടിച്ചപ്പോ പോയി. അടിപൊളി.
നന്നായിണ്ടാ? പട്ട, ഗ്രാമ്പൂ, ഏലയൊക്കെ മണമില്ലേ? നമ്മൾ ആ തിളപ്പിക്കാൻ വെള്ളത്തിട്ടപ്പോ തന്നെ അതിന്റെ സ്മെല്ല് ഭയങ്കരമായിട്ട് വരുന്നുണ്ടായിരുന്നു. അത് ചായയിൽ പാലും കൂടി ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കില്ലേ, അപ്പോഴൊക്കെ ഇതിങ്ങനെ ഉണ്ടാക്കി കിട്ടിക്കാൻ പൊന്നോ, പിന്നെ ചുറ്റുള്ളൊന്നും കാണാൻ പറ്റൂല, അത്രയ്ക്ക് അടിപൊളിയായിരിക്കും. ആ മഴയത്തൊക്കെ ഇരുന്ന് ഇങ്ങനെ ഒരു അടിപൊളി ഒരു പട്ടച്ചായ ഇട്ട് ഇങ്ങനെ കുടിച്ചാലുണ്ടല്ലോ സാറേ, എല്ലാവരും നിർബന്ധമായിട്ട് ട്രൈ ചെയ്ത് കുടിച്ചിരിക്കണം. ഇതിന്റെ ടേസ്റ്റ് നിങ്ങൾ പറഞ്ഞിരിക്കണം, അത്രയ്ക്ക് അടിപൊളി സ്പെഷ്യലാണ്. പിന്നല്ലാതെ പുഷ്പമ്മന്റെ ഗംഭീര സ്പെഷ്യൽ ഇല്ലേ, അടിപൊളി. ബിസ്ക്കറ്റിന് കഴിക്കാല്ലേ? ഇപ്പോഴാണ് ടേസ്റ്റ് നിക്ക് മാറുക. എന്റെ ചായന്റെ ടേസ്റ്റ് പിടുത്തം കിട്ടുന്ന അതാണ് എന്റെ ആദ്യമേ ഞാൻ ചായ കുടിക്കുക പറഞ്ഞത്. എങ്ങനെയുണ്ട് ടിക്കേഷനും അല്ലാതെ? അപ്പൊ നമുക്ക് ബിസ്ക്കറ്റിന്റെ കൂടെയൊക്കെ പൊളിക്കും. അപ്പൊ ഞാൻ ഇട്ടത് ഇവിടെ ഒരു 4 കപ്പിനുള്ളതാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ആള് കൂടുതലിനും കുറയുന്നതിന് നോക്കിയിട്ട് കറക്റ്റ് ആയിട്ട് ഇടണം. അതായത് ഇപ്പൊ ഞാൻ എടുത്തത് 4 കപ്പാണ്, 3 കപ്പ് പാല്, അപ്പൊ നമുക്ക് 4 കപ്പാവും. അപ്പൊ നിങ്ങൾ ഇത് നല്ലപോലെ നോക്കിയിട്ട് ചെയ്യണം. കൂടാനും പാടില്ല, കുറയാനും പാടില്ല, ടേസ്റ്റ് വ്യത്യാസം വരും. അപ്പൊ നിങ്ങൾ ഇതുപോലെ നോക്കിയിട്ട് എല്ലാവരും ഇതേപോലെ ചെയ്യും. നന്നായി ഒരു സാധാരണ പാല് വീട്ടിലുണ്ടെങ്കിലും ഇത് ചെയ്യാവുന്നതാണ്. പാല് നല്ലപോലെ കട്ടിപ്പാല് ഉണ്ടെങ്കിൽ അത് ഏറ്റവും ടേസ്റ്റ് ആയിരിക്കും. അല്ല നോർമൽ നമ്മൾ വീട്ടിൽ പാല് മേടിക്കുന്ന പോലെയാണെങ്കിൽ അടിപൊളിയായിരിക്കും സംഭവം. ഇൻഗ്രീഡിയന്റ് ആണ് ഇതിന്റെ ഏറ്റവും ടേസ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യാം. ചായപ്പൊടി ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഓക്കെ ഓക്കെ. അപ്പൊ എല്ലാവരും നിർബന്ധമായിട്ട് ഉണ്ടാക്കിയാണ്. നോക്കുക, ഒരു സെക്കൻഡ് കൊണ്ട് എന്റെ പട്ടച്ചായ കഴിഞ്ഞു. അപ്പൊ ഗായ്സ് എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് കമന്റ്സിലൂടെ നമ്മൾ അറിയിക്കണം. പുഷ്പമ്മയ്ക്ക് സന്തോഷമാവും. അത്രയ്ക്ക് അടിപൊളി സ്പെഷ്യലാണ്. അപ്പൊ ഇനി കിടക്കാഴ്ച സ്പെഷ്യലായിട്ട് വരുന്നവരെ എല്ലാവർക്കും പാടി കിച്ചന്റെ ബൈ.